നിനക്ക് എന്താ പറ്റിയ ഭ്രാന്ത് പിടിച്ച? അച്ഛനോടൊപ്പം കഴിഞ്ഞ ആർക്കാ ഭ്രാന്ത് വരാത്തത്? കുഞ്ഞുണ്ണി, നാട് മതി, നാട്ടിലെ സ്കൂള് മതി ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചോ? അച്ഛൻ തന്നല്ലേ പറഞ്ഞ മണി മണി പോലെ ഇംഗ്ലീഷ് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പില് ഗെയിമേലി നടക്കണമെന്ന്. എന്നിട്ടിപ്പോ അച്ഛനൊരു തെറ്റ് പറ്റി മോനെ. പുറമേ കാണുന്ന ചന്ത മാത്രമേ ഈ നാടിനും ഈ സ്കൂളിനുള്ളെന്ന് അച്ഛൻ ഇപ്പോഴല്ലേ മനസ്സിലായത്. നോക്ക്, ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിന്നൂടെ. നമുക്കറിയാവുന്ന ഒരു നാടില്ലേ, ഇനി അവിടെ മതി പഠിത്തം. ഇല്ല, ഞാൻ വരില്ല. അച്ഛനോടൊപ്പം ഞാൻ ഇനി എങ്ങോട്ടും വരില്ല. ഓഹോ, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനാ? പറയടാ, നിനക്ക് ഞാനോ വലുത് അവനോ വലുത്? എന്തോ ഒന്നും മിണ്ടാത്തേ? മിണ്ടാം. അതിനു മുമ്പ് അച്ഛൻ പറ, അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അതോ മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാവാനോ? മോനെ, നീ ഡാഡി എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരുപാട്. ഡാഡി ഞാൻ പറഞ്ഞ ചെയ്യും, ചോദിക്കുന്ന തരും. പക്ഷെ അച്ഛനോ? എടാ നീ എന്റെ മോൻ തന്നെയാണോടാ? പന്നി, പോടാ. എനിക്ക് അച്ഛനെയും കാണണ്ട. എന്നെ കൊന്നാലും ശരി, ഞാൻ വരാനും പോകുന്നില്ല. എന്നെ ബലം പിടിച്ച് കൊണ്ടുപോകാൻ നോക്കിയാ ഓർത്തോ, ഞാൻ എവിടെയെങ്കിലും ചെന്ന് ചത്താളേ. അക്കാര്യം ഉറപ്പാ. അല്ല, ഇതെന്റെ മോനല്ല. എന്റെ മോൻ ഇങ്ങനൊന്നും പറയില്ല. എന്നാൽ എന്റെ നല്ല ചേട്ടാ, എവിടുന്ന അവന് ഇത്രയും ധൈര്യം കിട്ടിയത്? ഭാസ്കര, ഇത് നിന്റെ മാത്രം അനുഭവമല്ല, ലോകത്തിന്റെ പോക്കേ ഇപ്പൊ ഇങ്ങനെ. അച്ഛനമ്മമാർക്ക് മക്കളെ പോറ്റാനേ അവകാശമുള്ളൂ. അവർക്ക് ഇങ്ങോട്ട് എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് കരുതി എന്നെ മനസ്സിലാക്കാതെ എവിടെങ്കിലും പോയി ചത്തോളെ. അത്രേ എന്റെ ശ്രീദേവിയെ നേരത്തെ പോയി. ഇനി അവനും കൂടി പോയ പിന്നെ എനിക്ക് ആരുള്ളത്? ആർക്കും വേണ്ടത് ഞാനും നിന്നെ ഈ ഭൂമിയില്. ഭാസ്കര, നീ ഒരു പാവമാണ്. നിനക്ക് ശരീരത്തിന് മാത്രമേ ബലമുള്ളൂ, മനസ്സിന് ബലമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? നല്ല ചേട്ടൻ പറ. എന്ത് കൈവശം കൊടുത്ത് അവൻ എന്റെ മോനെ മയക്കിയെടുത്തത്? എന്ത് പകരം നൽകിയ ഞാൻ അവനെ തിരിച്ചു വാങ്ങേണ്ടത്? നീ ഒന്നും ചെയ്യാൻ പോണ്ട. ജീവിക്കാൻ വേണ്ടി ഇത്തിരി ഫ്രോഡ് പണികളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ നളിനാക്ഷം മനസാക്ഷിയുള്ളവന്. അല്ല, എനിക്കും ഇതിലൊക്കെ പങ്കുണ്ടല്ലോ. ഞാൻ തന്നെ നെല്ലും പതിരും വേർതിരിച്ചു തരാം. എങ്ങനെ? അതൊന്നും നീ അറിയണ്ട. നാട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കൊള്ളൂ.